നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് ഒരു മഹാൻ ഒരു കാര്യം പറഞ്ഞു. മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന എന്തൊരു കാര്യവും നേടാൻ സാധിക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സെയിം തത്വം ഉപയോഗിച്ചിട്ടാണ് ഒരു സാധാരണക്കാരനാവുന്നതും ഒരു ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉന്നത വിജയം നേടുന്നതും. ഈ ഒരു സെയിം തത്വം ഉപയോഗിച്ചിട്ട് ഈ രണ്ട് കൂട്ടർക്കും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാക്കാണ് ലഭിക്കുന്നതെങ്കിൽ അതിന് നയിക്കുന്ന ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണ്? അപ്പോൾ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അധികം സസ്പെൻസ് ഒന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനെയും അതുപോലെ തന്നെ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആ രണ്ട് ഡിഫറെന്റ് ട്രാക്ക്, അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഈ ഒരു ചിത്രത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചിത്രം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണാം. ഒരു സാധാരണക്കാരൻ, അതിൽ നിന്ന് തുടങ്ങാം. എന്തിനാ സാധാരണക്കാരിൽ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബിലീഫ്സ്, വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അൺകോൺഷ്യസ്ലി ആയിട്ടുള്ള വിശ്വാസങ്ങളാണ്. എന്താണ് അൺകോൺഷ്യസ്ലി ആയിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്? അവരുടെ ചെറുപ്പത്തിൽ അവർ കേട്ടിട്ടുള്ളതും അവർ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വളർത്തിയെടുത്തിട്ടുള്ള കുറെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൂടെ അവരുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ചിന്തകൾ ഉണ്ടാവും, അവരുടെ വികാരങ്ങളിൽ വരുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ ഇതൊന്നും അവർക്ക് ഉപകരിക്കാത്ത രീതിയിലുള്ളതായിരിക്കും. നമ്മുടെ ചിന്തകളുടെ വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിലെ ശരാശരി 65,000 മുതൽ 70,000 ചിന്തകൾ വരുമെന്നുള്ളതാണ്. ഈ വരുന്ന ചിന്തകളിൽ ഭൂരിഭാഗം ചിന്തകളും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചിന്തകളാണ്. ഈ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ വരുന്ന ഈ ചിന്തകൾ ഇവർക്ക് ഉപകരിക്കാത്ത രീതിയിലുള്ള ചിന്തകളാകുമ്പോഴാണ് അത് അവർക്ക് പലതരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അയാൾ കൈവയ്ക്കുന്ന ഓരോ മേഖലയിലും പല പല പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കിനി ഉന്നത വിജയം നേടുന്ന അല്ലെങ്കിൽ ആ ഒരു ഹൈ അച്ചീവറുടെ ആ ഒരു ലൈഫിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഉന്നത വിജയം നേടുന്ന ആൾക്കാരുടെ ആ ഒരു ജീവിതം, അതിന്റെ ആ ഒരു ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ നിന്നാണ്. എന്താണ് ഈ ഐഡന്റിറ്റിയുടെ പ്രത്യേകത? ഓരോ വ്യക്തികളും അവരറിഞ്ഞോ അറിയാതെയോ കൊണ്ടു നടക്കുന്ന ഒരു മാസ്ക് അല്ലെങ്കിൽ ഒരു മുഖംമൂടി ഉണ്ട്. പക്ഷെ ഇവിടെ അവർ കൊണ്ടു നടക്കുന്ന ആ ഒരു ഐഡന്റിറ്റി അവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഐഡന്റിറ്റി ആണെങ്കിൽ അതുവഴി അവർക്ക് ജീവിതത്തിൽ കുറെ അധികം സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഐഡന്റിറ്റിയുടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് തുടങ്ങുന്നത് കോൺഷ്യസ്ലി, ബോധപൂർവമാണ്. ഞാൻ ബോധപൂർവം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. എനിക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണമെങ്കിൽ ഐ ആം എ റിച്ച് മാൻ എന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ ഈ പറയുന്ന ഒരു ഐഡന്റിറ്റി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത്. അതിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാവുന്ന മോമെന്റ്സ്, നിമിഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് ആ മോമെന്റ്സിൽ നമുക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ചില അഫർമേഷൻസ് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് ആ ചിത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഐഡന്റിറ്റി ലെവല് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല സ്ഥിരീകരണങ്ങൾ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാണ്. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഭാഗമായിട്ടുള്ള പല ആക്ഷൻസ്, പല പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ ചിന്തകളായിരിക്കും അതിലേക്ക് നയിക്കുന്നത്. ഉപകരിക്കുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളുടെ ഒരു സിസ്റ്റം, ഒരു ബിലീഫ് സിസ്റ്റം വളരാനും അത് സഹായിക്കും. ഐ ആം എ റിച്ച് പേഴ്സൺ എന്ന് മാത്രം ചിന്തിക്കാം, പക്ഷേ അത് മാത്രം മതിയോ? ഈ ഐഡന്റിറ്റിയുടെ താഴെ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഓരോരുത്തരും ഒരേ സമയം തന്നെ കൈകാര്യം ചെയ്യുന്ന പല റോളുകൾ. ഒരു പാരന്റിന്റെ റോള്, ഒരു സണ്ണിന്റെ റോള്, ഒരു എംപ്ലോയിയുടെ റോള്, ഒരു ഹസ്ബൻഡിന്റെ റോള്, ഇങ്ങനെ പല റോൾസും കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ഈ എല്ലാ റോൾസിലും ഈ ഒരു ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ കൂടെ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള പല ക്വാളിറ്റീസ് ഉണ്ട്. ഇന്റലിജന്റ് ആവണം, കമ്പാഷനേറ്റ് ആവണം, കോൺഫിഡന്റ് ആവണം. അപ്പോൾ ഈ തരത്തില് ഈ ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ അഫേം ചെയ്ത് കഴിഞ്ഞാൽ നാം കൈകാര്യം ചെയ്യുന്ന എല്ലാ റോളുകളിലും ഇത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഐ ആം എ ഇന്റലിജന്റ്, കമ്പാഷനേറ്റ്, കോൺഫിഡന്റ്, റിച്ച് പേഴ്സൺ. ആ രീതിയിൽ അഫർമേഷൻസ് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി ഈ പറയുന്ന അഫർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഐഡന്റിറ്റി ലെവലിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചു തുടങ്ങി. അപ്പൊ എന്താ സംഭവിക്കുക? ചെറിയ ഇൻസിഡൻസ് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ളത് കാണും. നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ഐഡന്റിറ്റി ലെവലിൽ മാറ്റം വരുത്താനാണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ഇത് സക്സസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ കോൺഷ്യസ്ലി ഞാൻ എൻ്റെ ഐഡന്റിറ്റിയെ മാറ്റുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എൻ്റെ ബിലീഫ് സിസ്റ്റം എനിക്ക് കാണിച്ചു തരും. അപ്പോഴാണ് എൻ്റെ ഐഡന്റിറ്റി സക്സസ് ആയി മാറുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബോധപൂർവം നിങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്നും അതിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ
ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ടോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഉപകരിക്കുന്ന കുറേയധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് വരാൻ സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.